ഹായ്, വെൽക്കം ടു സെർവിറ്റ് ലൈക്ക് ഷാനി. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാനൊരു മലബാർ ഏരിയയിലുള്ള കല്യാണ ബിരിയാണി കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് തലശ്ശേരി ഭാഗങ്ങളിൽ, മലബാർ ഭാഗങ്ങളിൽ കല്യാണങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഒരു ബീഫ് ബിരിയാണിയാണ്. ഇപ്പോൾ പൊതുവേ കല്യാണങ്ങളൊന്നും ഇല്ലല്ലോ, നാട്ടിൽ കുറവാണല്ലോ. കല്യാണങ്ങളില്ലെങ്കിലും നമുക്ക് ബിരിയാണി കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. കല്യാണ വീട്ടിലത്തെ ആ ബിരിയാണി അതൊരു നൊസ്റ്റാൾജിയ തന്നെയാണ്. അതിൻ്റെ ഒരു ഫ്ലേവറും അതിൻ്റെ ഒരു ടേസ്റ്റും ഒക്കെ ഒരു വേറെ ലെവൽ തന്നെ. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നിട്ട് തന്നെ കല്യാണ ബിരിയാണി കഴിക്കാം. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഈ തലശ്ശേരി ഭാഗങ്ങളിലുള്ള ബീഫ് കല്യാണ ബിരിയാണി എങ്ങനെയാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുകയെന്ന്. അപ്പോൾ ഈ കല്യാണ ബിരിയാണിക്ക് ആദ്യമായിട്ട് നമ്മളൊരു കുക്കർ എടുക്കുക. കുക്കർ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഏലക്ക, ഗ്രാമ്പൂ, പട്ടടയില എന്നിവ ഇട്ട ശേഷം ഒരു 3 ടേബിൾ സ്പൂണോളം ജിഞ്ചറും ഗാർലിക്കും കൂടെ ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ 1 ടേബിൾ സ്പൂണോളം പച്ചമുളക് ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും ചതച്ചതാണ് ബിരിയാണിക്ക് ടേസ്റ്റ് കൂടുതൽ. നമ്മൾ അരക്കുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ചതച്ചെടുക്കുന്നതാണ്. എന്നിട്ട് ഒരു ഉള്ളി ഇട്ടിട്ട് മിക്സ് ചെയ്ത്, ഒറ്റുള്ളി മതി ഇപ്പോൾ. അതിലേക്ക് ഒരു 5 തക്കാളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 1.5 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത് തന്നെ. എന്നിവ ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ 3 ടേബിൾ സ്പൂണ് തൈര്, പുളിയില്ലാത്ത കട്ടത്തൈരാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ പുളിയില്ലാത്ത തന്നെ ചേർക്കാൻ ശ്രമിക്കുക. പിന്നെ ഒന്നുകൂടെ നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള എല്ലുള്ള ബീഫാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. പിന്നെ നമ്മൾ ഉപ്പിൻ്റെ ലെവൽ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആവശ്യത്തിന് മല്ലിയില, പുതിന, ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയില, പുതിന ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനനുസരിച്ച് കുറച്ച് മാത്രം വെള്ളം ചേർക്കുക. ഓൾറെഡി നമ്മൾ തക്കാളിയിലൊക്കെ വെള്ളം ഇറങ്ങും. അപ്പോൾ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്ത് ചെറു തീയിൽ ഒരു 3/4 മണിക്കൂറോളം വേവിച്ചെടുക്കുക. ഇനി ആ ബീഫ് വേവുന്ന ടൈമിൽ നമുക്ക് വേറൊരു വലിയ പാൻ തന്നെ എടുക്കുക കേട്ടോ. വലിയൊരു ചെമ്പെടുത്താലും കുഴപ്പമില്ല. ഒരു 3 ടേബിൾ സ്പൂണ് എണ്ണയും അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂണ് നെയ്യും ചേർത്ത് കൊടുത്ത് ചൂടാക്കി അതിലേക്ക് ഒരു 5 ഉള്ളി, സവാളയാണ്, 5 ഉള്ളി നമ്മൾ പൊരിച്ചെടുക്കണം. 5 ഉള്ളി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണ് ഷുഗറും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു ചെറിയ ഒരു മധുരം അതിന് കിട്ടും. എന്നിട്ട് അത് കോരി നമ്മൾ മാറ്റി വെക്കുക. ഈ ഉള്ളികൾ നമ്മൾ ഉള്ളി വറുത്തെടുത്ത അതേ ആ ഓയിലിൽ തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ കറുവപ്പട്ട, ഗ്രാമ്പൂ എന്നിവ ഇട്ട ശേഷം ഞാനിവിടെ 7.5 ഗ്ലാസ് ചൂടുവെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഞാനിവിടെ 5 ഗ്ലാസ് ജീരകശാല അരിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന ലെവലിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ ഞാനിവിടെ 5 ഗ്ലാസ് അരി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ റൈസൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് പാകത്തിന് വന്നിട്ടുണ്ട്. ബീഫും അതുപോലെ തന്നെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ബീഫൊക്കെ നല്ല വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ബീഫ് വേവിച്ച് വെച്ചതിലേക്ക് നമ്മൾ നേരത്തെ 5 സവാള വറുത്ത് വെച്ചില്ലേ, ആ വറുത്ത് വെച്ച സവാള ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമ്മൾ ദം ഇടാൻ പോകുന്ന ഒരു ചെമ്പെടുക്കുക. ഏത് ചെമ്പിലാണോ നമ്മൾ ദം ഇടാൻ പോകുന്നത് ആ ചെമ്പെടുത്തിട്ട് അതിലേക്ക് ഈ ബീഫിൻ്റെ ഗ്രേവി, നമ്മളിപ്പോൾ ഈ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്ത ഈ ഗ്രേവി അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് മല്ലിയില, പുതിനയൊക്കെ ചേർത്ത് കൊടുത്ത്
ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുത്ത് ലെയറാക്കി എടുക്കുക. ഈ ബീഫിൻ്റെ മസാല എപ്പോഴും കുറച്ച് വെള്ളം ഉണ്ടാവണം ടൈൽ കുറച്ച്, അല്ലാണ്ട് പറ്റ ഡ്രൈ ആവരുത്, എങ്കിലേ ആ കറക്റ്റ് നമുക്ക് ടെക്സ്ചർ കിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ച ഉള്ളി, അതുപോലെ തന്നെ മസാല, ഗരം മസാല, നമ്മൾ പശു നെയ്യ് എല്ലാം ഇട്ടിട്ട് ലെയർ ഔട്ട് ചെയ്യുക. നമ്മൾ അരി എത്രത്തോളം വരുന്നുണ്ടോ അത്രത്തോളം ലെയറാക്കി എടുക്കുക. ഞാനിവിടെ ഒരു 3 ലെയർ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫോയിൽ കൊണ്ട് നന്നായി മൂടി വെച്ച് അടച്ചു വെക്കുക. ആവി പുറത്ത് പോകാത്ത വിധത്തിൽ ക്ലോസ് ചെയ്ത് വെച്ച് ഒരു 3/4 to 1/2 മണിക്കൂറെങ്കിലും വളരെ ചെറിയ ഫ്ലെയിമിൽ ദമ്മിട്ട് വെക്കണം. അങ്ങനെ നമ്മുടെ കല്യാണ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. തുറക്കുമ്പോൾ തന്നെ എന്താ മണം എന്നറിയോ. അങ്ങനെ നമ്മളിത് എപ്പോഴും സെർവ് ചെയ്യുന്നത് റൈസും മസാലയും സെപ്പറേറ്റ് ആക്കിയിട്ടാണ് എപ്പോഴും കല്യാണ വീട്ടിലെ ബിരിയാണി നമ്മൾ സെർവ് ചെയ്യാറ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഈ ഒരു കല്യാണ വീട്ടിലെ ബിരിയാണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ കാണുന്നവരിൽ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ പുതിയ പുതിയ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നതാണ്. ഇതുപോലുള്ള പുതിയ പുതിയ റെസിപ്പീസുമായി വരുന്നവരേക്കും ട്രൈ ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി.